ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 ആഗസ്റ്റ് മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. ഈ ആഴ്ച 27 നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവയാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. 27 നക്ഷത്രക്കാരും 12 രാശികളായിട്ട് തിരിച്ചാണ് പറയുന്നത്. അതായത് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുവാൻ യോഗമുള്ള, ഭാഗ്യമുള്ള, ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. രാശിയുടെ അധിപനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം ഏറ്റവും പ്രധാനമായിട്ട് വിക്രമസ്ഥാനത്തേക്കാണ് മാറിയിരിക്കുന്നത്. അതായത് അവരവരുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കത്തക്ക രീതിയിലുള്ള ധൈര്യവും വീര്യവും ഒക്കെ കിട്ടുന്നതിനുള്ള സൂചനയുണ്ട്. ആയതിനാൽ കൊച്ചുകുട്ടികൾക്കായാലും പ്രായമായവർക്കും ഒക്കെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും പഠന കാര്യത്തിലൊക്കെ അതീവ ജാഗ്രത ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിൽ മാന അപമാനങ്ങളോ അവിഖ്യാതികളോ വന്നുവിടാൻ സൂചനയുണ്ട്. അതായത് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം, ധനപരമായ കാര്യങ്ങൾക്ക് ചിലപ്പോൾ വാക്ക് പാലിക്കാൻ പറ്റാതെ വരാം, ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ചില കൃത്യനിഷ്ഠ പാലിക്കാൻ പറ്റാത്തത് മൂലം മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുവാനായിട്ട് വളരെയധികം സൂചനയുണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികൾ ഒക്കെ വന്നു ചേരും. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും പൊതുവെ അഭിവൃദ്ധികരമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ ഐശ്വര്യ സമ്പൂർണമായി, ദാമ്പത്യഭാവത്തിലൊക്കെ നല്ല ദൈവാധീനമുള്ള സമയം, ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന നല്ല കാലമാണ്. പൂർണ്ണമായ ദൈവാധീനമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിക്കുന്നതും ഒക്കെ ദേവിയുടെ അനുഗ്രഹത്താൽ കൂടുതൽ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാനായിട്ട് ഉത്തമമാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണ്. എന്നിരുന്നാലും ആ ധനസ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥിതി മൂലം ധനം കയ്യിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കടം മേടിച്ചിട്ടായാലും ഒരു ഭൂമി വാങ്ങുന്നതിനൊക്കെ നല്ല അനുകൂലമായിരിക്കുന്ന സമയം. അതുപോലെ തന്നെയാണ് വാഹനം വന്നു ചേരുവാനും യോഗമുണ്ട്. വാഹനം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടാകും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ഗൃഹം പുതുക്കി പണിയുന്നതിന്, ഒരു വാക്കാകുന്നതിന് ആ രീതിയിലൊക്കെ ധനം വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട്. കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന നല്ല സമയം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രായമായവർക്കും പൊതുവെ നല്ല ഒരു കാലസ്ഥിതിയാണ്. ആരോഗ്യം തൃപ്തികരമായി. പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുക. അപ്പോൾ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറി കുടുംബത്തെ സന്തോഷകരമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം ധനസ്ഥാനത്ത് 11-ാം തൊഴിൽ സ്ഥാനാധിപൻ സ്ഥിതി ചെയ്യും. ധനസ്ഥാനത്ത് തൊഴിൽ സ്ഥാനാധിപൻ സ്ഥിതി ചെയ്യുന്നതിനാൽ തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്കും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മുടങ്ങിക്കിടന്ന ഒരു സംരംഭം പുനരാരംഭിക്കുവാനും ഒക്കെ ഈ മിഥുനം രാശിക്കാർക്ക് സൂചനയുണ്ട്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടാകാം. ഏതെങ്കിലും തരത്തിലുള്ള കുറിച്ചിട്ടി അടിക്കുകയോ ലോട്ടറി അടിക്കുകയോ സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായങ്ങളോ
ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ടോ സ്വന്തം കുടുംബവുമായിട്ടോ ഒക്കെ ധനാഗമന യോഗം ഉണ്ടാകും. എന്നാൽ സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകുവാനും ധനത്തിന് അധിക ചെലവുകൾ ഉണ്ടാകാനും സൂചനയുണ്ട്. ഉത്തമ വാഹനയോഗവും ഉത്തമ ഗൃഹയോഗവുമുള്ള സമയമാണ്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട്. തേജസ്സും ഓജസ്സും ഒക്കെ വർദ്ധിക്കുന്നതിനും പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാനൊക്കെ ഒരു ധൈര്യമുള്ള സമയം. തൊഴിൽപരമായി ചില മന്ദതയൊക്കെ ഉണ്ടാകാം. അലസത വിട്ട് പ്രവർത്തിക്കുക, നല്ല വിജയങ്ങൾ വന്നിച്ചേരും. ഏറ്റവും പ്രധാനം ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുകയോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഉത്തമമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനം. രാശിയിൽ തന്നെ വ്യാഴവും സ്ഥിതി ചെയ്യുന്നു, ധനസ്ഥാനാധിപനായിരിക്കുന്ന ആദിത്യൻ സ്ഥിതി ചെയ്യുന്നു, അതുപോലെ തന്നെ വിദ്യയുടെ കാരകനായിരിക്കുന്ന ബുധൻ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പൊതുവെ നല്ല ഒരു ദൈവാധീനമുള്ള ഒരു ആഴ്ച. ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ഭക്ഷണ കാര്യത്തിൽ കൃത്യനിഷ്ഠ ആവശ്യമാണ്. ദിനചര്യയുടെ കാര്യത്തിലും പഴങ്ങളൊക്കെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. പൊതുവെ ഒരു ദേഷ്യമൊക്കെ ഉണ്ടാകാം, അത് കഴിവതും ഒഴിവാക്കുക. മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ അത് നല്ലതാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നിച്ചേരും. പ്രത്യേകിച്ച് വിദേശത്ത് പോകുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് വിദേശ യോഗമുള്ള ഒരു സമയമാണ്. കൂടാതെ അത് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നതിന് ഉള്ള ഭാഗ്യവും ആകാം. സുഹൃത്തുക്കൾക്കും സഹോദരസ്ഥാനീയർക്കുമൊക്കെ അഭിവൃദ്ധികൾ വന്നിച്ചേരും. അവരിൽ നിന്ന് ചില സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുകയും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നല്ല ജോലി പ്രവേശിക്കുവാനും യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. ഏത് തൊഴിൽ ചെയ്യുമ്പോഴും അലസത വിട്ട് കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. നല്ല വിജയങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങളിലും വാഹന കാര്യങ്ങളിലും ഒക്കെ ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികൾ സൂചകം. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും വേണ്ട ഒരു സമയമാണ്. രാശിയിൽ തന്നെ പാപഗ്രഹമായിരിക്കുന്ന കേതു സ്ഥിതി ചെയ്യുകയും സപ്തമഭാവത്തിൽ രാഹുവും കൂടാതെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും ആദിത്യനും 12ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നതിനാൽ പല വിധത്തിലുള്ള കഷ്ടതകളും നഷ്ടങ്ങളും സൂചകമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. ഭക്ഷണ കാര്യത്തിലും സ്ഥിരമായി മെഡിസിൻ കഴിക്കുന്നവരും ഒക്കെ അത് മുടങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ നിന്നും വിട്ടുമാറി ദൂരെ ദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന്, വിദേശ യാത്രയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒത്തുവരുവാൻ യോഗമുണ്ട്. അതായത് വിസയൊക്കെ കിട്ടുവാനായിട്ട് ജോബ് വിസയൊക്കെ കൊടുത്തിരിക്കുന്നവർക്ക് ആ വിസയൊക്കെ ശരിയായി വന്ന് വിദേശത്ത് പോയി പഠിക്കുന്നതിനും ജോലി സമ്പാദിക്കുന്നതിനുമൊക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരും. ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. വാഹന സംബന്ധമായ ജോലി ചെയ്യുന്നവർക്കും കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ, ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. എന്നിരുന്നാലും ഉദര സംബന്ധമായിട്ടോ അല്ലെങ്കിൽ തൊണ്ട സംബന്ധമായിട്ടുമൊക്കെ ചില അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. ഭാഗ്യം ഒരു പരിധി വരെ തുണയായിട്ട് നിൽക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനം മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുകയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ നല്ല നല്ല വിജയങ്ങളും ഭാഗ്യങ്ങളും തേടി. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സമയമാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളൊക്കെ ഉള്ളവർ അസുഖങ്ങളൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും അതുപോലെ തന്നെ ചികിത്സകൾ ഫലിക്കുക, വലിയ വലിയ ഡോക്ടർമാർ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന കേസുകൾ ചില വൈദ്യന്മാർ ചികിത്സിച്ച് ഭേദമാക്കി എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് അതുപോലെയൊക്കെ നല്ല രീതിയിൽ ചികിത്സ ഫലിക്കുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരുക, പ്രസിദ്ധി വന്നു ചേരുക, പ്രസിദ്ധിയും ധനവും വന്നു ചേരുക. അതായത് ധനസ്ഥാനാധിപൻ കൂടിയായിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ശുക്രഗ്രഹം രാശിയിൽ
നിൽക്കുന്നു. അത് നീചക്ഷേത്രമാണ്. എങ്കിലും അത് നീചഭംഗം ചെയ്യപ്പെട്ട് ഏതാനും ദിവസം എങ്കിലും രാജയോഗം പ്രദാനം ചെയ്ത് അപ്രതീക്ഷിത ധനാഗമന യോഗവും പ്രസിദ്ധിയും കലാരംഗവുമായി ബന്ധപ്പെട്ടോ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റ് ഏത് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും കരാറുടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ തൊഴിൽ അഭിവൃദ്ധികൾ വന്നു ചേരുകയും ഉത്തമ ഗൃഹം പണിയുന്നതിന് ആവശ്യമായ രീതിയിൽ ഉത്തമമായ നല്ല ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. ഭൂമിയൊക്കെ വാങ്ങണം എന്നാഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് നല്ല ഭൂമി ഒത്തുവരുവാൻ സമയം ആയിട്ടുണ്ട്. അത് വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക, വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരുമൊക്കെ സഹായത്തിന് ഉണ്ടാകുകയും ചെയ്യും. ഏറ്റവും പ്രധാനം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. അന്നേരം അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും, ദോഷങ്ങളൊക്കെ അകന്നു പോകുന്നതുമാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും 10ാമിടത്ത് നിൽക്കുന്ന വ്യാഴം ആയതുകൊണ്ട് പല കാര്യങ്ങൾക്കും മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന, അതായത് ചഞ്ചലചിത്തരാകുക എന്ന് കേട്ടിട്ടില്ലേ? മനസ്സ് ചഞ്ചലമായിക്കൊണ്ടിരിക്കും. വാക്ക് പറഞ്ഞത് പാലിക്കാൻ പറ്റാതെ വരിക, എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ കിട്ടേണ്ടതാണ് അത് കിട്ടാതെ വരിക, അങ്ങനെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വന്നു ചേർന്ന് തൊഴിൽ രംഗം കലുഷിതമാകുവാൻ സൂചനയുണ്ട്. മേലധികാരികളിൽ നിന്നോ സഹപ്രവർത്തകരുടെയോ ഒക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് ഒരു പ്രമോഷൻ വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാൻ യോഗമുണ്ട്. അതായത് ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ ഭാഗ്യസ്ഥാനമായി 9ാമിടത്ത് നിൽക്കുന്നു എന്നുള്ളതൊരു പരമപ്രധാനമായ കാര്യമാണ്. അപ്പോൾ പലതരത്തിലുള്ള അഭിവൃദ്ധികൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ആരോഗ്യം പൊതുവെ എല്ലാവർക്കും തൃപ്തികരമായി. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും എതിർ ലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം. അതായത് പലതരത്തിലും മാന അപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ കിംവദന്തികളോ ഒക്കെ പരക്കുവാൻ സൂചനയുള്ളതിനാൽ വളരെയധികം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്ത് പോകുവാനും യോഗമുണ്ട്. അതായത് രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ 12ാമിടത്താണ് നിൽക്കുന്നത്. സ്ഥാനഭ്രംശസ്ഥാനമാണ്. സ്വന്തം നാട് വിട്ട് പോകുവാനൊക്കെ അനുകൂലമായിരിക്കുന്ന നല്ല ദൈവാധീനമുള്ള സമയം. വിജയങ്ങൾ വന്നു ചേരും. ഏറ്റവും പ്രധാനം അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, ദ്രവ്യസഹിതം സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ വിജയങ്ങളൊക്കെ വന്നു ചേരും. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്നു നക്ഷത്രം. ആ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ സൗഭാഗ്യങ്ങളുള്ള ഒരു ആഴ്ചയാണ്. രാശിയുടെ അധിപന്റെ സ്ഥിതി അനുസരിച്ച് അത്ര തൃപ്തികരമല്ല എങ്കിലും ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും അതുപോലെ തന്നെ 11ാം ഭാവാധിപനായിരിക്കുന്ന ആ ബുധനും കൂടാതെ തൊഴിൽ സ്ഥാനാധിപനും ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ വിജയങ്ങൾ തൊഴിൽ രംഗത്തുണ്ടാകും. പ്രൊമോഷൻ, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പ്രൊമോഷനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പ്രൊമോഷൻ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി ടെസ്റ്റുകൾ എഴുതുന്നവർ വിജയിക്കും. കൂടാതെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ജോലിക്കായിട്ട് പുതിയ അപേക്ഷയൊക്കെ അയച്ച് അപ്പോയിൻമെൻ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്ക് അത് കൈപ്പറ്റുവാൻ യോഗമുണ്ട്. പ്രൊമോഷൻ കിട്ടും, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. അതുപോലെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിദ്യാവിജയങ്ങൾ വന്നു ചേരും. അലസത വിട്ട് പ്രവർത്തിക്കണം, കൂടുതൽ സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കണം. എന്നിരുന്നാലും ആ തൊഴിൽ രംഗത്തും കുടുംബത്തുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ആഴ്ചയാണ്. മുരുകനെ പ്രാർത്ഥിക്കുന്നതും ദേവിയെ പ്രാർത്ഥിക്കുന്നതും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുകയും ദോഷങ്ങളൊക്കെ മാറ്റുന്നതുമാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ അധികം ശ്രദ്ധ ഏത് കാര്യത്തിലും ആവശ്യമാണ്. അതായത് നിവൃത്തി സ്ഥാനത്ത് ചൊവ്വ സ്ഥിതി ചെയ്യും. അപ്പോൾ പിത്ത സംബന്ധമായ ചില പ്രശ്നങ്ങൾ സൂചകമാണ്. പിത്ത സംബന്ധമായിട്ട്, ഉദര സംബന്ധമായിട്ട്, അതുപോലെ തന്നെ
യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഭക്ഷണ കാര്യത്തിൽ പഴവർഗ്ഗങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ധാരാളം വെള്ളം കുടിക്കേണ്ട ഒരു അവസരവും കൂടിയാണ്. എന്നിരുന്നാലും ശ്രേയസ്സും യശസ്സും ഒക്കെ വർദ്ധിക്കുകയും ഏതെങ്കിലും തരത്തിൽ കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരോ, വാഹന സംബന്ധമായ ജോലി ചെയ്യുന്നവരോ, മെഡിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും. വിദേശത്ത് സ്വന്തം നാട് വിട്ടുപോയി പരീക്ഷ എഴുതുന്നവർക്കും പരീക്ഷയിൽ വിജയിക്കുവാൻ യോഗമുണ്ട്. തൊഴിൽ സ്ഥാനത്ത് ശുക്രൻ സ്ഥിതി ചെയ്യുന്നതിനാലും തൊഴിൽ സ്ഥാനാധിപന്റെ സ്ഥിതി അനുസരിച്ചും പൊതുവെ തൊഴിൽ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്കും ഒരു മാറ്റത്തിനായിട്ട് ജോലി ശ്രമിക്കുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരും. അത് ഏതൊരു തരത്തിലുള്ള സ്വന്തം നിലയ്ക്കുള്ള ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മരക്ഷസിന് പാൽപായസം കഴിക്കുന്നതും ഒക്കെ ശ്രേയസ്സും യശസ്സും വന്നു ചേരുവാനും വിജയങ്ങൾ വന്നു ചേരുവാനും അപ്രതീക്ഷിത ധനാഗമന യോഗം വന്നു ചേരുവാനും ഒക്കെ ഭാഗ്യമുണ്ടാകും. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം ദൈവാധീനമുണ്ട് എന്നുള്ളതാണ്. അതായത് നിവൃത്തികാര സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന ആ വ്യാഴഗ്രഹം സ്ഥിതി ചെയ്യുന്നതിനാൽ പല കാര്യങ്ങൾക്കും നിവൃത്തി ഉണ്ടാകും. വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട്. എന്നിരുന്നാലും ദേഷ്യമൊക്കെ വർദ്ധിക്കുന്നതിനും ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഭിന്നതകളും കോടതി കയറുന്നതിനും പോലീസ് സ്റ്റേഷൻ കയറുന്നതിനുമൊക്കെ ഉള്ള ഉത്തേജനം നൽകത്തക്ക രീതിയിലുള്ള സംസാരങ്ങൾ വരികയും പ്രചോദനമായിട്ട് മനസ്സ് പാകപ്പെടുകയും കലുഷിതമായ കുടുംബജീവിതം കുടുംബജീവിതം കലുഷിതമാകുന്നതിനും സൂചനയുണ്ട്. ക്ഷമ അങ്ങേയറ്റം ആവശ്യമാണ്. ദൈവാധീനം പ്രയോജനപ്പെടുത്തി ക്ഷമയോടുകൂടി ജീവിക്കുന്നവർക്ക് ദീർഘനാൾ സന്തോഷകരമായി ജീവിക്കുവാനായിട്ട് സാധിക്കുന്നതുമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നിരിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ നല്ല കാലമാണ്. അത് സ്വന്തം നിലയ്ക്ക് ജോലികൾ ചെയ്യുന്നവരായാലും ഗവൺമെൻറ് ഓഫീസേഴ്സ്, അധ്യാപകർ, പോലീസ് ഓഫീസേഴ്സ്, മിലിറ്ററിക്കാർ, അവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന നല്ല സമയമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും പേപ്പറുകളൊക്കെ ഒപ്പിട്ട് കിട്ടുന്നതിനും വിദേശത്ത് പോകുവാനുള്ള ധനം ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ധനം കിട്ടുന്നതിനുമൊക്കെ യോഗമുണ്ട്. അങ്ങനെ സൗഭാഗ്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ കഴിക്കുക, മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ കഴിക്കുക. അപ്പോൾ ദേഷ്യമൊക്കെ ഒഴിവാക്കി അലസയൊക്കെ വിട്ട് പ്രവർത്തിച്ച് നല്ല രീതിയിൽ ഉയർച്ചയ്ക്ക് ഒരു തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന സമയം ഈ ആഴ്ച. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സമയമാണ്. എന്നിരുന്നാലും വളരെയധികം ജാഗ്രത ആവശ്യമാണ്. കുംഭം രാശിക്കാർക്ക് ഏഴരശ്നി തീർന്നിട്ടില്ല. രാശിയിൽ തന്നെ രാഹു സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളതിനാൽ വന്നു ചേരുന്ന ധനം പാഴായി പോകുവാനൊക്കെ സൂചനയുണ്ട്. അതുപോലെ തന്നെ ഞരമ്പ് സംബന്ധമായിട്ടോ ത്വക്ക് സംബന്ധമായിട്ടോ കണ്ണ് സംബന്ധമായിട്ടോ ഉദര സംബന്ധമായിട്ടോ ഉള്ള അസുഖങ്ങൾ വന്നു ചേരുവാൻ വളരെ സൂചനയുള്ളതിനാൽ അഭക്ഷ്യ വസ്തുക്കൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങൾ, പഴകിയ ഭക്ഷണങ്ങൾ, അതൊന്നും പാടില്ല. അത് പലതരത്തിലുള്ള രോഗങ്ങളെ വിളിച്ചു വരുത്തി ദോഷങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ സഹായത്തിനുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് തൃപ്തികരമായ ഒരാഴ്ചയല്ല. വളരെയധികം ക്ഷമ ആവശ്യമാണ്. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ആ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികൾ വന്നു ചേരും. പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ഒരു പ്രൊമോഷൻ കിട്ടുവാനൊക്കെ ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടിയ പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർക്കും, അത് IT മേഖലയായാലും കലാരംഗവുമായാലും മറ്റ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരോ അധ്യാപകർക്കുമൊക്കെ അനുകൂലമായിരിക്കുന്ന നല്ല ആഴ്ച. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും നല്ലതുപോലെ ഉള്ള ഒരു ആഴ്ചയാണ്. എന്നിരുന്നാലും ഏഴരശ്നി ജന്മത്തിൽ സഞ്ചരിക്കുകയാണ്.
ആയതിനാൽ വളരെ അധികം ശ്രദ്ധ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വേണം. ഒരു കടവുമില്ല, ഒരു നല്ല ആരോഗ്യമാണ്, നല്ല വീടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാലും ചില സന്ദർഭങ്ങളിൽ വലിയ വലിയ കെടുതികളിലേക്ക് വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് കരാറുടമ്പടികളിൽ ഒപ്പുവെക്കുക, അതൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ട് ഒരു കരാറുടമ്പടികളിൽ ഒന്ന് ഒപ്പുവെക്കാവെന്ന് ചോദിക്കും, അതോടുകൂടി തീർന്നു. ജാമ്യം നിൽക്കുക, ഉള്ള പണം കയ്യിലുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള പണം കടം മേടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കൊള്ളു കയറാത്ത ആൾക്കാരോട് കടം മേടിക്കുക. 1 ലക്ഷം മേടിച്ചാൽ 10 ലക്ഷം എന്ന് എഴുതി വെക്കും. അങ്ങനെയൊക്കെ പലതരത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു രാശിക്കാരാണ് ഈ മീനൻ രാശിക്കാർ. അവർ വളരെയധികം ജാഗ്രത വേണം ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. എന്നിരുന്നാലും കുടുംബത്ത് ഒരു ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. അത് സ്വന്തം കുടുംബത്തിൽ നിന്നോ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലെ സ്വന്തം നിലയ്ക്കോ ഒക്കെ ഒരു ഭൂമി വന്നു ചേരുകയോ ഗൃഹം പുതുക്കി പണിയുന്നതിനോ വിദേശത്ത് പോകുന്നതിനോ ഒക്കെ യോഗമുണ്ട്. വിവാഹം വന്ന് വാക്കാകുവാനും യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാര്യം. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും വിജയങ്ങൾ സൂചകമാണ്. അതായത് പോലീസ് ഓഫീസേഴ്സ്, മിലിറ്ററിക്കാർ, മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർ, IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരായാലും, ഒരു ബ്യൂട്ടീഷ്യനായിട്ട് ജോലി ചെയ്യുന്നവരോ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിക്കായാലും ഈ ആഴ്ച പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്. സന്തോഷവും ഐശ്വര്യപൂർണവുമായ ആഴ്ച. ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുകയും ചെയ്യുക. ദോഷങ്ങളൊക്കെ മാറി അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക്, അതായത് വ്യക്തിപരമായ കാര്യങ്ങൾ, ദശാകാലവും അപകാരവും ഒക്കെ ഗ്രഹനില ഗണിച്ചു നോക്കി അറിഞ്ഞ് അഷ്ടവർഗ ഗണിതങ്ങളുമൊക്കെ എടുത്ത് വിശകലനം ചെയ്ത് ഞാൻ നേരിട്ട് വിളിക്കാം. എൻ്റെ ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഇട്ടു തരിക. എൻ്റെ ഫോൺ നമ്പർ താഴെ ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും അത് നേരിട്ട് വിളിക്കാവുന്നതോ നേരിട്ട് വരികയും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക കൂടി വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.